പോറ്റി ഇവരൊക്കെയാണെന്ന് മനസ്സിലായില്ല. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത പാർലമെന്റ് സമ്മേളനം വരുമ്പോൾ പോറ്റിയെ ടൺ ജൻപത്തി കയറ്റിയതാരെന്നുള്ളൊരു മുദ്രാവാക്യം കൂടി ഇവർ വിളിക്കേണ്ടി വരും. ഏത് പോറ്റി? ഈ പോറ്റിയുമായിട്ട് ആർക്ക് ബന്ധം? ഈ പോറ്റിയൊക്കെ ഞാൻ കേൾക്കണം തന്നെ ഈ ശബരിമല വിവാഹത്തിന് ശേഷമാണ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ കേട്ടിട്ടുണ്ടാവുക? അതിന് മുമ്പ് കേട്ടിട്ടുണ്ടാ? ഇല്ല, ഉണ്ടോ ഇല്ലയോ? ഇല്ല, അതന്നെ എൻ്റെ സ്ഥിതി. ഞാനിപ്പം പറഞ്ഞല്ലോ, ഈ പോറ്റി ഇവർക്കൊക്കെ നല്ല പരിചയമാണെന്നുള്ള കാര്യം തന്നെ എന്നെ ഞെട്ടിക്കുകയാണ്. പോറ്റി വിളിച്ചാൽ ഈ വിദ്വാരത്തിന് അങ്ങോട്ട് കയറി പോകണമെന്നാൽ അപ്പോൾ സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ പോറ്റിയുടെ സഹായം വേണോ? ഇപ്പം ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്? പിന്നെ സോണിയാഗാന്ധി ഒന്നും അടൂർ പ്രകാശിനൊന്നും വെറുതെ ഒന്നും അപ്പോയിൻമെൻറ്റ് കൊടുക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ അടൂർ പ്രകാശ് ഡൽഹിയിൽ വരുന്നതിന് മുമ്പ് എത്രയോ കാലം മുമ്പ് ഞാൻ ഡൽഹിയിലുള്ള ആളാണ്. 35-38 വർഷമായിട്ട് ഞാൻ ഡൽഹി പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. എനിക്കറിയില്ലേ എങ്ങനെയാണ് ഈ സോണിയാഗാന്ധിയുടെ ടൺ ജന്മത്തിലെ രീതി എന്നുള്ളത്. കരുണാകരനെ പോലും കൂട്ടാക്കാതെ കരുണാകരൻ വ്രണതഹൃദയനായി തിരിച്ചു പോയതല്ലേ. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഹെമന്ത ബിശ്വ. അത് മാത്രമല്ല, ഒരു ഡസൻ നേതാക്കളുടെ പേര് ഞാൻ പറഞ്ഞുതരാം, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പോഴാണ് പോറ്റി മാത്രമല്ല ഗോവർദ്ധനും ഭണ്ഡാരിയും അടൂർ പ്രകാശും ഇവരെല്ലാം കൂടി അവിടെ ഇങ്ങനെ അങ്ങൊന്ന് വിരകുകയാണ്. എന്തായിരിക്കും അതിന് കാരണം? കാരണം SIT കണ്ടുപിടിക്കണം. എന്താ കാരണം വെച്ചാൽ ഇപ്പം ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് അടൂർ പ്രകാശ് തൻ്റെ പ്രതികരണങ്ങളിലൂടെ, അത് മാത്രമല്ല വിരുദ്ധമായ പ്രതികരണങ്ങളിലൂടെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ല അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, ഈ പ്രതികരണങ്ങളിലൂടെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെയും വലിയ ഒരു അപകടത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കെങ്കിലും ബോധ്യമുണ്ടാകണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. പോറ്റിയെ പോറ്റിയത് ഇവരൊക്കെയാണെന്ന് മനസ്സിലായില്ല. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത പാർലമെന്റ് സമ്മേളനം വരുമ്പോൾ പോറ്റിയെ ടൺ ജൻപത്തി കയറ്റിയതാരെന്നുള്ളൊരു മുദ്രാവാക്യം കൂടി ഇവർ വിളിക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ പാരഡിക്ക് പകരം വേറൊരു പാരഡിയും കൂടെ കണ്ടെത്തണം. പോറ്റിയെ 10 ജന്മത്തിൽ കയറ്റിയതാര്? അടുത്ത ടാഗ് ലൈൻ അതായിരിക്കണ്ടേ? ആ ടാഗ് ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ അടൂർ പ്രകാശിൻ്റെ മണ്ടത്തരമൊക്കെ വഴിവെക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ പാരഡിയൊന്നും പാടാൻ വേണ്ടി നിൽക്കില്ല കേട്ടോ. എന്നുവെച്ചാൽ കേരളത്തിൻ്റെ പേരെങ്ങനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാർലമെൻറ്റിൻ്റെ കവാടോ പാർലമെൻറ്റിൻ്റെ അങ്കണമോ ഒന്നും ഞങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കില്ല. മുഖ്യമന്ത്രിയെ കണ്ടതാണ് കോൺഗ്രസ് പ്രതിരോധിക്കാനായി കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നത്. മുഖ്യമന്ത്രി അതേക്കുറിച്ച് വിശദമായി പ്രതികരിച്ചില്ലേ? അതായത് താഴെ ഒരു ഫംഗ്ഷൻ നടന്നു എന്താണെന്നുള്ളത്. അതുകൊണ്ട് AI ചിത്രമൊക്കെ വന്നപ്പോൾ തന്നെ പോലീസ് നടപടിയെടുത്തില്ലേ? ഞാനതാ ആലോചിച്ചു, യഥാർത്ഥത്തിൽ ഈ അടൂർ പ്രകാശിനെ ആരെങ്കിലും ഉപദേശിക്കണം. ഒരു AI ചിത്രമൊക്കെ എന്നെ കൊണ്ടൊന്ന് ഉണ്ടാക്കിച്ചിട്ട് വേണ്ടിയിട്ടിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ബലം കിട്ടിയത്. ഇനിയും വേണം അദ്ദേഹത്തിന് ശ്രമിക്കാവുന്നതാണ്. ഈ മുന്നണി മര്യാദ പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങ് സോണിയാഗാന്ധിക്കെതിരെ നേരിട്ടൊരു ആക്ഷേപമോ ഒന്നും ഉന്നയിക്കാത്തത്? അല്ല, നമ്മളിപ്പോഴും നമ്മുടെ പൊതുജീവിതത്തിൽ ഓരോരുത്തർ അലങ്കരിക്കുന്ന പദവിയെ നമ്മൾ ബഹുമാനിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ വ്യക്തിപരമായിട്ടൊരു ആക്ഷേപം ഉന്നയിച്ചെങ്കിൽ കേട്ടിട്ടുണ്ടോ? ചിലരിങ്ങനെ പ്രതികരിച്ച് എന്നെ കൊണ്ട് ചിലത് പ്രതികരണം വാങ്ങിയെടുക്കുക എന്നുള്ളതല്ലാതെ ഞാൻ ഒരാളെക്കുറിച്ചും പ്രതികരിക്കാറില്ല. സോണിയാഗാന്ധി എന്ന് പറയുന്നത് എൻ്റെ മുതിർന്ന സഹപ്രവർത്തകയാണ്. രാജ്യസഭയിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല, അതായത് സോണിയാഗാന്ധി തൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഈ പോറ്റിയെ ക്ഷണിച്ചു വരുത്തി നൂല് കെട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അതൊക്കെ ഇവരുണ്ടാക്കുന്ന കണങ്കഥകളാണ്. പക്ഷെ അവർ ഈ കെട്ടുകഥകൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആ ബഹുമാന്യമായിട്ടുള്ള ആ വ്യക്തിത്വത്തെ അവർ വീണ്ടും വീണ്ടും അപകീർത്തിപ്പെടുത്തുകയാണ്. നമ്മുടെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ രൂപത്തിലേക്ക്, വിവാദങ്ങളിലേക്ക് അവരുടെ പാർട്ടിയിലെ നേതാക്കൾ തന്നെ വലിച്ചിഴക്കുന്നത് ദൗർഭാഗ്യകരമാണ്. എൻ്റെ എതിർ പാർട്ടിയാണെങ്കിൽ പോലും നമ്മൾ പൊതുജീവിതത്തിൽ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്, സഭ്യതകളുണ്ട്. അതുകൊണ്ട് അവരത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം. അന്ന് പാർലമെന്റിൽ ധർമ്മേന്ദ്ര പ്രധാൻ അന്ന് പ്രസ്താവന നടത്തിയതിന് താങ്കൾ അതിനെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷം കോൺഗ്രസ് നേതാക്കളെല്ലാം ആ ഒരു കോൺഗ്രസ് നേതാക്കൾക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അറിയാം മൂപ്പർ ഉണ്ടയില്ല വെടി നടത്തിയതാന്ന് അടൂർ പ്രകാശ്. എന്താ കാരണം വെച്ചാൽ ഇങ്ങനെ വിഭ്രാന്തിയുടെ അങ്ങനെ പാരമ്യത്തിലേക്ക് പുള്ളി എത്തിയിരിക്കുകയാണ്. എന്ത് പറയണമെന്ന് തന്നെ ആൾക്കറിയില്ല. ഒരു ചോദ്യത്തോടും തൃപ്തികരമായി പ്രതികരിക്കാനും തയ്യാറല്ല. അങ്ങനെയുള്ള വിഭ്രാന്തി വരുമ്പോൾ പല രൂപത്തിൽ പല ആക്ഷേപങ്ങളും ഉന്നയിക്കും. അത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ബാധകമായ കാര്യമാണ്. അല്ലേ, ഇതിപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണല്ലോ. ഹൈക്കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ജഡ്ജിമാരല്ലേ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, കേൾക്കുന്നുണ്ടാവുമല്ലോ.
ഈ അടൂർ പ്രകാശിനെ പോലുള്ള ആൾക്കാർ പരസ്പര വിരുദ്ധമായിട്ട് കിടക്കപ്പായി എഴുന്നേൽക്കുമ്പോൾ ഓരോന്ന് തിരുത്തി പറയുന്നതൊക്കെ അവർ കാണുന്നും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഹൈക്കോടതി എന്തായാലും അതൊക്കെ പരിശോധിച്ചിട്ട് യുക്തമായിട്ടൊരു തീരുമാനമെടുക്കട്ടെ. ഹൈക്കോടതി എടുക്കുന്ന ഏത് തീരുമാനത്തോടും ഒപ്പം നിലകൊള്ളുക എന്നുള്ളതായിരിക്കണം നമ്മുടെയൊക്കെ നിലപാട്.